ശ്രീ വി ആർ അനൂപ്, അങ്ങ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിമർശനമല്ല, അത് വ്യക്തിഹത്യയാണെന്നൊരു അഭിപ്രായം അങ്ങ് പ്രകടിപ്പിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ കാർഡുകളെ അങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ പോയ പരാതിയായതിന് മനസ്സിലാക്കേണ്ടി വരുമോ? തീർച്ചയായും അല്ലെന്നേ. ഇവിടെ ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റേ വിശ്വാസത്തിലെടുക്കണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിശ്വാസത്തിലെടുക്കണോ എന്നുള്ളതാണ്. ഇവിടെ മുഖ്യമന്ത്രി വളരെ ആധികാരികമായി അസന്നിഗ്ധമായി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓഫീസും അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. അതിനകത്ത് നിങ്ങളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അനുകൂലമായ സമീപനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. വളരെ സ്വന്തം നിലയ്ക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാണല്ലോ. അല്ല, അത് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ രാജ്യത്ത് നിലവിലുള്ള ഒരു പൊതു നിയമ സംഹിതയുടെ പുതിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇക്കാര്യത്തിൽ സ്പെസിഫിക്കായി ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം വന്നത് എന്ന് വ്യക്തമാക്കേണ്ടത് മെറ്റയാ. നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം, കോടതിക്കകത്ത് കൃത്യമായി മറ്റു ഉത്തരം പറയേണ്ടി വരും. അതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല, അദ്ദേഹത്തെ പോലൊരാൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു ഞാനോ എൻ്റെ ഓഫീസോ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റേക്കാൾ കൂടുതൽ വിശ്വാസ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുന്നതല്ലേ നല്ലത്. പക്ഷേ ഒരു കാർഡ് റിമൂവ് ചെയ്യിക്കുന്നതിന് ഒരു രീതിയുണ്ട്. നോക്കൂ, ഇപ്പോൾ എനിക്കൊരു കാർഡ് റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ആ പേജിൽ ചെന്ന് ആ കാർഡ് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് അതിന്റെ URL കോപ്പി ചെയ്ത് മെറ്റയ്ക്ക് അയക്കണം, എന്നിട്ടാണ് അത് റിമൂവ് ചെയ്യിക്കുക. അപ്പോൾ അത് മെറ്റ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ചില ചാനലുകളുടെ വാർത്തകൾ മാത്രമാണ് ആ രൂപത്തിൽ പോകുന്നത്, എല്ലായിടത്തും പോകുന്നില്ല, എല്ലാ വാർത്തകളും പോകുന്നില്ല. ചിലപ്പോൾ ഇതേ കണ്ടന്റ് തന്നെ മറ്റു പല മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ടാകാം, പക്ഷെ ആ കണ്ടന്റ് റിമൂവ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇന്ന മാധ്യമങ്ങളെ ഇന്ന് ടാർഗറ്റ് ചെയ്യുകയാണെന്ന് സംശയിച്ചുകൂടെ? സംശയത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ നമ്മൾ പറയേണ്ടത്. അല്ല, അങ്ങനെയല്ല. അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ IT വിദഗ്ധനും വിശദീകരിച്ചല്ലോ അനൂപ്. അല്ല, IT വിദഗ്ധനും വിശദീകരിച്ചു. ഇപ്പോൾ ഇവിടെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്നുള്ള നിലയ്ക്ക്, നിയമവിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് പ്രശാന്ത് പത്മനാഭൻ അദ്ദേഹം പറഞ്ഞത് എന്താ, നമ്മൾ ഈ പറയുന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അത് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതല്ലേ. മുഖ്യമന്ത്രി ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല. മുഖ്യമന്ത്രി പറയുന്നത് വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റൊരു സംവിധാനത്തിൽ നിന്നും ഇത് പോയിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആകെ സർക്കാർ സംവിധാനം എന്ന് അതിനെ പറയാൻ കഴിയില്ലല്ലോ. പോലീസിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസിന് ഇതിൽ ഒരു ആശങ്കയുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ അനൂപ്, അങ്ങേക്ക് എന്നുള്ളതല്ല, നിങ്ങളുടെ പാർട്ടിക്ക് ഇതിൽ ആശങ്കയുണ്ടോ? വാർത്തകൾ ഈ തരത്തിൽ റിമൂവ് ചെയ്യപ്പെടേണ്ട ഒന്നാണോ എന്നുള്ളൊരു ആശങ്ക നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾക്ക് ദേശീയ തലത്തിൽ ആ ആശങ്കയുണ്ട്, സംസ്ഥാനത്തിൽ വരുമ്പോഴില്ല. അല്ല, ഒരു കാര്യം ഞാൻ പറയാം വളരെ കൃത്യമായി. ഇതിനെ സംബന്ധിച്ച് ഈ വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തെ അവതരിപ്പിച്ചത് വാസ്തവ വിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ട് അഭിപ്രായമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്തകൾ റിമൂവ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നിലപാടല്ല, മുഖ്യമന്ത്രിയുടെ നിലപാടല്ലെന്നേ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു, ഇതിനകത്ത് ഞങ്ങൾക്ക് അങ്ങനെ നിലപാടില്ലെന്ന് മാത്രമല്ല, ഇത് പുനഃസ്ഥാപിക്കപ്പെടാൻ നിങ്ങളൊരു നടപടി സ്വീകരിച്ച് അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട് അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമാകാൻ സാധ്യതയില്ലല്ലോ. കൃത്യമാണ്. രണ്ട് കാര്യമാണ്. ഒന്ന്, ഞാൻ പറയുന്നു, ഈ പറയുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ്. അത് വസ്തുതാവിരുദ്ധമായ വാർത്തകളെ വിമർശനമായി അവതരിപ്പിക്കാനേ കഴിയില്ല. രണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നീക്കം ചെയ്യപ്പെടണമെന്ന നിലപാട് മുഖ്യമന്ത്രിക്കോ കോൺഗ്രസിനോ ഇല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ ചർച്ചയിൽ അരുൺകുമാറിനടക്കം പറയുന്നത് എന്താ, സ്മൃതി അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ പറയുന്ന ഇപ്പോൾ പിടിക്കപ്പെട്ട ആളെ സഹായിച്ചു എന്ന് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, അത് അന്വേഷിക്കപ്പെടേണ്ടതാണെന്നാ. ഇപ്പോഴും അത്തരമൊരു ആക്ഷേപം സ്ഥാപിക്കാൻ അവർക്ക് കഴിയില്ലെന്നേ. അന്വേഷിച്ചോട്ടെ, ഞങ്ങൾ അന്വേഷിക്കുന്നതിനെതിരല്ലോ. ഇയാളുടെ ബന്ധങ്ങൾ, ഇയാളുടെ ഫോൺ വിളികൾ, ഇദ്ദേഹം എന്തൊക്കെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്ന് ആർക്കും അന്വേഷിക്കാമല്ലോ. ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ലെങ്കിൽ വേറെ അന്വേഷണം ആവശ്യപ്പെടാമല്ലോ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ഇയാളെ ഔദ്യോഗിക കപ്പാസിറ്റി ഉപയോഗിച്ച് സംരക്ഷിച്ചിട്ടില്ല. ഇയാൾ പിടിക്കപ്പെട്ടതിന് ശേഷം ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ഈ ഔദ്യോഗിക സംവിധാനങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇദ്ദേഹം കുറേ കാലമായി ഇതിൻ്റെ ഈ പറയുന്ന മയക്കുമരുന്ന് വിപണനത്തിനാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷമായി ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ സർക്കാർ പിടിക്കാത്ത ഒന്ന്
ഇവിടെ വി ഡി സതീശൻ ഗവൺമെന്റ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് പിടിച്ചു എന്നുള്ളതല്ല യാഥാർത്ഥ്യം. വളരെ കൃത്യമാണ്. ഞാൻ ആവർത്തിച്ച് ആധികാരികമായി പറയുന്നു. ഒന്ന്, ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇദ്ദേഹം അത് ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെളിവ് അരുൺകുമാർ ഉൾപ്പെടെ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കാം. രണ്ട്, ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഗുരുതരമായ ആക്ഷേപങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങളും ഈ ദിവസവും ഈ സമയത്തും ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ കയ്യിലില്ല. ഞങ്ങൾ കൃത്യമായി നിയമം പാലിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നേ. ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇത് അറിയാഞ്ഞിട്ടാണ് പിടിച്ചതെന്ന്. അദ്ദേഹം ഇത്ര വലിയ സ്വാധീനമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഭക്ഷണം കഴിക്കാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കുന്ന ആ അടുപ്പമുള്ള ആളാണെങ്കിൽ ഇതിനകത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും പരിശ്രമം നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു പരിശ്രമം കേരളം പോലെ മീഡിയ സെൻസിറ്റിവിറ്റി ഉള്ള സ്ഥലത്ത് അത് പുറത്തു വരാതിരിക്കുമോ? വളരെ കൃത്യമല്ലേ? അദ്ദേഹത്തിന് ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിക്ക് ഇയാളെ പരിചയമുണ്ട് എന്ന് പറഞ്ഞ സമയം അതിനു മുൻപ് തന്നെ പരിചയമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല, അതിനകത്ത് പരിചയമുണ്ടെങ്കിൽ കൂടി ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ഈ പരിചയം, അദ്ദേഹത്തിന്റെ ഈ അടുപ്പം കുറ്റകൃത്യത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള ഒന്നാമത്തെ കാര്യം. പ്രതിയുടെ വീഡിയോയിൽ നിന്നാണ് ഇതൊക്കെ തെളിയുന്നത്. പ്രതിയുടെ വീഡിയോയിൽ നിന്നാണ് ഇതൊക്കെ കാണുന്നത്. അല്ല, പ്രതി ഇത്ര അല്ല, ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രിയെ ഇതിനകത്ത് വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുമായി ഒരാൾക്ക് അടുപ്പമുണ്ട് എന്ന് പറയുന്നത് ഒരു ക്രൈം ഒന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ഒരു കപ്പാസിറ്റി, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഔദ്യോഗികമായ ഒരു പദവി കൽപ്പിച്ചു കൊടുത്തതിലെ കുഴപ്പം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അടുപ്പമുണ്ട്, ഞാൻ പറഞ്ഞില്ല എൻ്റെ കാര്യം, എൻ്റെ വീട്ടിൽ മുഖ്യമന്ത്രി വന്നിട്ടുള്ള ആളാ, എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാ. അതിന്റെ അർത്ഥം ഞാൻ ചെയ്യുന്ന ഒരു കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏൽക്കണമെന്നാണോ? അത് എൻ്റെ മന്ത്രിയുടെ ഈ ഔദ്യോഗികമായ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, മുഖ്യമന്ത്രിക്ക് അതിന്റെ ഉത്തരവാദിത്വം. രണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അതും തെറ്റാണ്. വളരെ കൃത്യമാണ് നിലപാട്. ശരി, ഞാൻ അരുൺകുമാർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.